ഹലോ. റെഡി ആവുമായിരിക്കുമല്ലേ? എന്തിന് കൺസൈൻമെന്റ്? പിന്നെ തരണോ ഞാൻ അയച്ചോണ്ടിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഗ്യാങ്ങിലുള്ളവർക്ക് എന്നെ അറിയില്ല, എന്നെ പോട്ടെ മിസ്റ്റക്സിന് അറിയില്ല ആർക്ക് എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് സംഭവം ഉണ്ടായിരുന്നല്ലേ. പേര് പറ. അവനെ ഇപ്പൊ 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 എടുത്ത് മാറ്റല്ലോ, ഇപ്പൊ എടുത്ത് മാറ്റാം. അതായത് ഇല്ല, അവൻ ഇപ്പൊ നിങ്ങളുടെ ലിസ്റ്റിലില്ല. കണ്ണാപ്പി ഇപ്പൊ നിങ്ങളുടെ ലിസ്റ്റില് ഇല്ല. കണ്ണാപ്പി തുടങ്ങി വെച്ചെന്നുള്ളൂ. ഏറ്റു പിടിച്ചത് നീരനും പിന്നെ ഒരാളോട് ഉണ്ടായിരുന്നല്ലേ. മിസ്റ്റർ എക്സിനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞോ? നീഗനാണോ? അതെ അതെ അതെ, രണ്ടാളുണ്ടായിരുന്നു. ഞാൻ പിന്നെ കണ്ണാപ്പി ഒന്ന് സോറൊക്കെ പറഞ്ഞാൽ ഞാൻ പിന്നെ കൺസ്യൂമർ ഓക്കെ ആക്കിയത്. അമ്മാരെ രണ്ടുപേരെ ഞാൻ ഒരു കാര്യം പറയാം. അവരെന്തെങ്കിലും കറന്റ് സസ്പെൻഷൻ ഇല്ല. രണ്ടുപേരുടെ സസ്പെൻഷൻ ഞാൻ ഒരു 2 വീക്സ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അല്ല അങ്ങനെയല്ല, കണ്ണാപ്പി ഓൾറെഡി സോറി പറഞ്ഞു, അപ്പോളജൈസ് ചെയ്തു. ഓക്കെ, കണ്ണാപ്പി കേസാ പറഞ്ഞത്. കണ്ണാപ്പി എന്നോട് അപ്പോളജൈസ് ചെയ്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പക്ഷെ കണ്ണാപ്പി ഇനി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ റീതിങ്ക് ചെയ്യില്ല. ഓക്കെ, എന്നെ കൃഷ്ണൻകുട്ടിന്നോ കൃഷ്ണകുമാറിനൊക്കെ വിളിച്ച് നടക്കുന്നുണ്ട്. അത് ഒരു പരിധി വരെയൊക്കെ ഞാനത് ഓക്കെയാണ്. പബ്ലിക്കലി എന്നെ പലരും വിളിക്കുന്നുണ്ട്. അത് തുടങ്ങി വെച്ച കണ്ണാപ്പിയുടെ സൈഡിൽ നിന്നാണെന്നാണ് എനിക്ക് കിട്ടിയ ഒരു ന്യൂസ്. ഇവന്റെയൊക്കെ ഇത് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും ഉറപ്പായിട്ടും. കേക്കെ ഈ ഇരട്ടപ്പേര് വിളിക്കാൻ ഒന്നാമത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. കേക്കെ ആക്ച്വലി മന്ദഹാസമുള്ള സംസാരത്തില് ഇല്ല. അയ്യോ അങ്ങനൊന്നുമില്ല കേക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മിസ്റ്റർ എക്സ് ആയിട്ട് ഈ സിറ്റിയിൽ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇത് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഞാൻ മാത്രമേ ഉള്ളൂ. കേക്ക് ഇതൊക്കെ ആരിടുന്ന പേര്? കേക്കാൻ ശരിക്കുള്ള ഫുൾ ഫോം എന്താ? അല്ല, ഇനി ആരാളും എന്റെ മുമ്പിൽ വെച്ച് കൃഷ്ണൻകുട്ടിന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അമ്മമാർക്ക്. അതറിയണ്ടാണ്. അപ്പോ അയ്യോ കേക്കെ ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ പറയാം. എന്റെ കൊടുത്താൽ കിട്ടോ? അതിവിടെ പറഞ്ഞു റേഡിയോ കോൾ കൊടുത്ത കേസം കോൾ കൊടുത്ത ഫുൾ ഫോം അറിയണ്ടാണോ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരുന്നേ. ഒന്ന് ജസ്റ്റ് തിങ്ക് ചെയ്ത കേക്കെ. ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. കേക്ക് എടുത്ത് ഞാനിപ്പോ എക്സാമ്പിൾ പറഞ്ഞ നമ്മുടെ അടുത്ത് ഒരാള് കോൺഫിഡന്റ് ആയിട്ട് ഒരാളുടെ ഒരു പേര് വന്ന് പറയാം കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എതിരെ നിന്ന് കേൾക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കുന്നേ? പരിചയപ്പെട്ടപ്പോഴേ പറഞ്ഞു എന്റെ പേര് ഇന്നാണ്, ബട്ട് യു ക്യാൻ കോൾ മീ ദിസ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു. അതൊക്കെ മോശം കേട്ടോ, മറന്നു പോകുന്ന. അങ്ങനല്ല കേക്കെ. ഞാൻ അന്നേരം ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് മൈൻഡിൽ ഇരുന്നുകൊണ്ട് അത് വിട്ടുപോയാന്ന് തോന്നുന്നു. കേക്കെ എപ്പോഴും എന്നെ കാണുമ്പോഴും കേക്കയുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരെ കാണുമ്പോഴും എല്ലാവരും കേക്കെ കേക്കെ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണ്, കേക്കെ ആ പേരിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ്, കേക്കെ അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ ഞാൻ. പക്ഷെ ആ പേര് മറന്നു. അതുകൊണ്ടാണ് അത് പറയുന്നത് എപ്പോഴും. അതുകൊണ്ടാണ് പറഞ്ഞത് കേക്കെ വിളിച്ചാൽ മതി. ഈവൻ ഐ എം നോട്ട് ആസ്കിങ് ടു കോൾ മീ സാർ. സാറിന് പോലും വിളിക്കണ്ട, കേക്കെ വിളിച്ചാൽ മതി. അല്ല കേക്കെ അതിന്റെ ഫുൾ ഫോം ഒരു വട്ടം പറയാൻ വേണ്ടത്. ഒരു വട്ടം ഒറ്റ വട്ടം. കടുവ കുര്യാസ് എന്നാണ് ഫുൾ ഫോം. അത് നിങ്ങളുടെ ഗോഡ് ഫാദർ മിസ്റ്റർ ജോക്കി ആണല്ലോ അറിയാം. ജോക്കി ഞാൻ അങ്ങനെ ഇതല്ല, ജോക്കിയെടുത്തൊന്നും ഞാൻ അങ്ങനെ ഫുൾ ഫോം ചോദിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല. കാരണം നമ്മുടെ മൈൻഡിൽ കേക്ക് എന്ന് പറഞ്ഞാൽ അത്ര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരാളാ. പുള്ളിയെ നമ്മളിങ്ങനൊന്നും വിളിക്കുന്നത് മനസ്സിൽ പോലും കാണുന്ന ഒരു കാര്യമല്ല. ഇല്ല, അപ്പൊ അത് എന്നോട് പറഞ്ഞു. കണ്ണാപ്പി പറഞ്ഞു വെച്ചാൽ അവർക്ക് അറിയില്ല, മിസ്റ്റേക്സ് എന്താണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. ഗ്യാങ് മെമ്പറിന് അറിയില്ല എന്ന് പറയുന്നത്. ആ അഹങ്കാരം ഞാൻ മാറ്റി കൊടുത്തോളാം. മിസ്റ്റർ എക്സ് എന്താണെന്ന് അറിയാതെ അവൻ ഇവിടെ ഫാമിലി കളിക്കണ്ട കേക്ക്. കാരണം നമുക്ക് ഇത്രയും നമ്മുടെ ഗ്യാങ് എക്സിസ്റ്റ് ചെയ്യുന്നത് പോലും നിങ്ങളുള്ളതുകൊണ്ടാ. അത് അവൻ അറിയത്തില്ലെങ്കിൽ അവൻ കളിക്കണ്ട. കണ്ണാപ്പി പറഞ്ഞാണ് ലൈക്ക് എന്നത് വിളിച്ചപ്പോ പറഞ്ഞാണ് കണ്ണൻ ഇങ്ങനെ ആ സംഭവം കേൾക്കാതെ അവനെ പറ്റി അവൻ അറിയില്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞാണ്. പക്ഷെ ടു ബി ഫ്രാങ്ക് ബാലൻ ബാലൻ അതായത് ബാലനാണല്ലേ? ഓക്കെ, ഞാൻ അത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞോളാം. ഉണ്ടായിരുന്നേ. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞോളാം. ഇനി നമ്മുടെ സൈഡിൽ നിന്ന് ടിവിയുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു മോക്കിംഗ് ഉണ്ടാവുകയാണെങ്കിൽ കേക്ക് എന്ത് ആക്ഷൻ ആണെന്ന് വെച്ചാൽ എടുക്കാം. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കേസ് അറിയാലോ. അല്ലല്ല മനസ്സിലായി, അതാ ഞാൻ പറഞ്ഞത്. ടിവിക്കെതിരെ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഇല്ല, നമ്മൾ തമ്മിൽ നല്ലൊരു ഹെൽത്തി ഇതുള്ളത് കൊണ്ട് ഞാൻ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും നിൽക്കൂല.
മനസ്സിലായി ഡയറക്ട്ലി അത് വരുമ്പോ സർപ്രൈസ് ഒക്കെ ഉണ്ടാവുക. നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ കേക്ക് ഒരു ബാഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ലീഡർ എന്നുള്ള രീതിയിൽ ഞാൻ സോറി സോറിയുടെ കേസല്ല വാസു. ഡോണ്ട് സേ ദാറ്റ്. ഓക്കെ, പക്ഷെ അതിൽ എനിക്കാകെ തോന്നിയ കേസ് എത്തുള്ളൂ, നിങ്ങളുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാർക്ക് മിസ്റ്റേക്സ് എന്താണോ മിസ്റ്റേക്സ് സംഭവം എന്താ അറിയില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശമായി പോയി. അത് ഒന്നാമത്തെ കാര്യം അവന്മാര് കുറച്ച് നാളായിട്ട് നീഗിനും അവരൊക്കെ ഗ്യാങ് ഇനാക്റ്റീവ് ആണ്. അപ്പോൾ അവന്മാര് ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്. ഞാൻ അത് ന്യായീകരിക്കുന്നില്ല, ഉറപ്പായിട്ട് അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ടി വിക്കകത്ത് ഇപ്പം കളിച്ചോണ്ടിരിക്കുന്ന സിറ്റിസൺ ഇപ്പൊ സ്ലോട്ടിൽ ഇല്ലെങ്കിൽ തന്നെ സിറ്റിസൺ ആണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അവന്മാര് സ്ലോട്ടിൽ ഓരോ മാറി മാറി വരുന്നവരാ, അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് അങ്ങനെ പറഞ്ഞത് മോശമാണ്. ഞാൻ അതെന്തായാലും ഇനി വരാതെ നോക്കി കുറച്ച് ദിവസമായിട്ട് കുറച്ച് പരിപാടികൾ ജോണി. പുള്ളി ആർട്ടിസ്റ്റാ. പുള്ളിയുടെ പെയിന്റിങ്സ് ഒക്കെ കോടിക്കണക്കിന് രൂപയ്ക്കാണ് വെളിയിലൊക്കെ വിറ്റു പോകുന്നത്. ആള് നല്ലൊരു വരപ്പുകാരനാ. നല്ല കാര്യം. ഒന്ന് അപ്രൂവ് ആക്കി വിട്ടേക്കണേ. അല്ല, അതൊക്കെ അവരുടെ അപ്രൂവ്ഡ് ആണ്. പറഞ്ഞോളൂ. കണ്ടതിന്റെ മോളും താഴെ വീഴത് കേട്ടോ. അതെങ്ങനെ മനസ്സിലായി? ഞാൻ കണ്ടതിന്റെ മുകളിലാണ്. കുന്നതിന് മുകളിൽ നിൽക്കിയാൽ മതി. കുന്നതിന് മുകളിൽ കാണുന്നില്ല. ഫോൺ സൂം ചെയ്ത് കാണാൻ പറ്റും. ഒന്ന് കൈപൊക്കി കാണിക്കുവോ? വണ്ടിക്കുള്ളിരിക്കുക. വണ്ടി കണ്ട് കേക്ക് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എല്ലായിടത്തും ഉണ്ട് മിസ്റ്റർ വാസു, എല്ലായിടത്തും പല രീതിയിൽ. എനിക്ക് ഇതാണ് എനിക്ക് ഞാൻ പറയല കേക്കയുടെ ഞാൻ സത്യം പറയട്ടെ. കേക്ക് ഞങ്ങൾ ഇവിടുത്തെ കീടിലെ ഗ്യാങ്ങ കേക്ക് അല്ലേ? കേക്ക് തന്നെ പറഞ്ഞല്ലേ അല്ലേ? അതെ 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 അതെ. അപ്പൊ എനിക്കൊരു ഒരു ഇതുണ്ടാവൂലേ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ. അതായത് എനിക്കൊരു ഞാൻ പ്രൗഡ് ആയിരിക്കുമല്ലോ ഭയങ്കര. അപ്പൊ എനിക്ക് ഞാനൊരു സംഭവമാണെന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ കേക്ക് ഇപ്പൊ എന്നോട് പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ കണ്ടെയ്നറിന്റെ കേക്കിയുടെ പ്രസൻസ് എല്ലാവരും ഉണ്ട്. എനിക്ക് കേക്ക് ഇങ്ങനെ എടുത്തപ്പോ എനിക്ക് പലവട്ടം മോട്ടിവേറ്റഡ് ആവാറുണ്ട്. ഞാൻ കേക്കോട് എന്തായിരിക്കും എനിക്ക് കേക്കെ പോലെ ആവണം, എനിക്ക് അത്രയും കൂടെ പവർ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കേട്ടോ കുറച്ചും കൂടിയല്ലേ കൺസേൺ അപ്രൂവൽ അല്ലേ? എന്തായാലും താങ്ക് യു സോ മച്ച് കേക്ക്. ഞാൻ ലൈനപ്പ് എല്ലാം ഒന്ന് കൺസിഡർ ഇല്ലാത്ത പിള്ളേരാ, എല്ലാരും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ താങ്ക് യു കേക്ക്, താങ്ക് യു. അത്രയൊക്കെ എനിക്ക് പറയണ്ടായിരുന്നേ. പറയടാ. കയ്യിലുണ്ടായിരുന്ന കണ്ണ് എവിടെ പോയെന്നൊന്ന് പറഞ്ഞു. ആര് കത്തിച്ചു തന്നെ? C30 ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞ ആരെങ്കിലും? ഞാൻ എന്താ എവിടേക്കുന്നു? എടാ നിക്ക് അതിന് മുമ്പ് റേഡിയോയിൽ എല്ലാവന്മാരുടെ ഞാൻ റേഡിയോയിൽ എല്ലാവരോടും പറയുക, സിറ്റിയിൽ നമ്മളല്ല എക്സ്ട്രീം പവർ. നമുക്ക് മുകളിൽ നിന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൂട്ടം ഓഫ് ആൾക്കാരെന്ന് പറയണത് മിസ്റ്റർ എക്സാ. ഈ ഓരോ ആഴ്ച സ്ലോട്ടിൽ നിന്ന് മാറിയിടുന്നവരാണേലും സിറ്റിസൺ ആവുകയാണ്. അപ്പൊ സിറ്റിസൺ ആയിട്ട് പറയുന്ന മിസ്റ്റർ എക്സിനെ കുറ്റം പറഞ്ഞു എന്നുള്ള ന്യായം എനിക്ക് വേണ്ട. നിങ്ങൾ ഗ്യാങ്ങിനകത്ത് നിൽക്കുമ്പോഴും നിങ്ങൾക്ക് മിസ്റ്റർ എക്സിനെ പറ്റി അറിയാം. അപ്പൊ വെളിയിൽ പോയിട്ട് പബ്ലിക്കലി ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഈ മിസ്റ്റർ എക്സിനെ കളിയാക്കുന്ന രീതി സംസാരിക്കുക, അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം, നിങ്ങളങ്ങനെ ചെയ്തെന്നല്ല, നിങ്ങളുടെ അടുത്ത് കുറച്ച് പേരുടെ അടുത്ത് ഞാൻ പറയുക, ബാക്കി ഉള്ള മെമ്പേഴ്സിൻ്റെ അടുത്ത്, ബാക്കി ഈ ചെയ്തവന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ മിസ്റ്റർ എക്സിനെ മോക്ക് ചെയ്യുന്ന രീതിയിൽ പബ്ലിക്കിൻ്റെ മുമ്പിലോ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്തോ ബാക്കിയുള്ളിടത്തോ സംസാരിക്കാൻ പാടില്ല. എടാ ഒരു മിനിറ്റ്, എടാ മറ്റേ നമ്മുടെ പബ്ലിക് റേഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നീക ഹലോ,
നീക ഞാൻ ഒരു കാര്യം പറയാം നീക, നീ ടിവിയെ റെപ്രസെന്റ് ചെയ്ത് കളിച്ചോണ്ടിരുന്ന ഒരാളാ. നീ ഇപ്പൊ സ്ലോട്ടിൽ ഇല്ലെന്ന് പറഞ്ഞ് നീ ടിവിയുടെ ഭാഗം അല്ലെന്നുള്ള അതിന്റെ അർത്ഥം. നീ പോയിട്ട് ഈ മിസ്റ്റർ എക്സിനെ പറ്റി അതും ഇതും പബ്ലിക്കിൽ നിന്നും മുതുക്കിൽ നിന്നും ബാക്കിയുള്ളവർക്ക് സിറ്റിസൺ ആയിട്ട് നിന്ന് സംസാരിക്കുന്നത് ഇനി ഉണ്ടാവാൻ പാടില്ല നീക. എന്തോ ആയിക്കോട്ടെ. നീയും കണ്ണാപ്പി അല്ല, ഞാൻ ഒന്നും വേറെ ആയിട്ടൊന്നും പറയല്ല. നിങ്ങളെ പുള്ളിയെ കേക്ക് കയറി കൃഷ്ണൻകുട്ടി എന്നൊക്കെ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ അത്ര റെസ്പെക്ട് കൊടുത്ത് നമ്മുടെ മോളിൽ ഇരിക്കുന്ന ഐറാർക്ക് ഇരിക്കുന്ന ഒരാളല്ലേ. എനിക്കറിയില്ലായിരുന്നു പുള്ളി MRF-ലാണ് അതിലാണെന്ന് അറിയില്ലായിരുന്നു എനിക്ക്. മിസ്റ്റർ എക്സ് പിന്നെ നിന്റെ കൂടെ വന്ന കണ്ണാപ്പി കണ്ടിക്കറിയാലോ. അണ്ണാ അവൻ എന്നെ ഊമ്പിച്ചാണ് അവനെ. ഞാൻ എന്നിട്ട് പുള്ളിയുടെ സോറി പറയാൻ പോയി. അപ്പൊ തന്നെ പുള്ളി പിണങ്ങി യൂബർ വിളിച്ചു പോയി. ഞാൻ സോറി പറയാൻ പോയത് പുള്ളി മിണ്ടി കൂടില്ല എന്നോട്. പുള്ളിക്ക് വിഷമം, നമുക്ക് ഒരാൾക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം, പുള്ളിക്ക് വിഷമമായ സംഭവിക്കാൻ പോണത് ഇവിടെ ഗ്യാങ് ഇല്ലാതെ കളിക്കുക, അത്രേ ഉള്ളൂ. മനസ്സിലായ? അല്ലാതെ നമുക്ക് പുള്ളിയുടെ വിഷമം കണ്ണീരൊപ്പി കൊടുക്കേണ്ട ഉള്ള ചാൻസ് ഒന്നും കിട്ടൂല. നമുക്ക് വിഷമം സോറി പറയാനല്ലേ പറ്റുള്ളൂ. പുള്ളി അപ്പൊ തന്നെ പോയി. അപ്പൊ പുള്ളിക്ക് വിഷമമായ നമ്മളെല്ലാം വിഷമിക്കും, അതാണ് മെയിൻ പ്രശ്നം. മനസ്സിലായ? കൺസൈൻമെന്റും ഇല്ലാതെ ഗ്യാങ് ടാഗും ഇല്ലാതെ ഗ്യാങ് അസറ്റും ഇല്ലാതെ ഈ വഴി കൂടെ കണ്ടവന്റെ എല്ലാം കക്കൂസും കഴിയും നടക്കേണ്ടി വരും. കൺസൈൻമെന്റ് ഇപ്പൊ കാല് പിടിച്ചിട്ടാ കിട്ടിയത്. അല്ല ഞാൻ വരട്ടെ, അവന്റെ വരട്ടെ. ഷോ നിർത്തി കൊടുക്കാം. അവന്റെ ഷോ ഞാൻ നിർത്തി കൊടുക്കാം. മറ്റേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിറ്റുവേഷൻ ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്തവരെ മോക്ക് ചെയ്യാൻ പോകരുതെന്ന്. ഊബർ വിളിച്ചു പോയെന്ന് ബാലൻ. അല്ലല്ലോ എല്ലായിടത്തും പറയാം. അതുകൊണ്ട് ആ ബാലനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിനകത്ത് പറഞ്ഞത്. അവൻ ഇന്ന് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞോ, എല്ലായിടത്തും പറഞ്ഞോ. ഹലോ ഇല്ല പറ എടാ റെഗുലർ